ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നെഗറ്റീവ് ബയസോടുകൂടി ഒരു ഫ്ലാറ്റ് നോട്ടിലായിരുന്നു മൊത്തം എൻ്റെ ആയിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ ഏകദേശം 20 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടി 15,670-ലും, സെൻസെക്സിൽ ഏകദേശം 132 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടി 52,100-ലും, ബാങ്ക് നിഫ്റ്റിയിൽ 357 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടി 35,291-ലുമാണ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ മെറ്റൽ മീഡിയ സെക്ടറുകളിലൊക്കെ ഏകദേശം 1% മുകളിലുള്ളൊരു ഗെയിനുകൾ കാണാനുണ്ടായിരുന്നു. ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടറായിരുന്നു ആകപ്പാടെ ഒരു നല്ലൊരു ഡിക്ലൈനിൽ പോയിട്ടുണ്ടായിരുന്നത്. നല്ല വോളറ്റിലിറ്റിയും ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടറിലായിരുന്നു പ്രത്യേകിച്ച് നിലനിന്നത്. നോക്കിക്കഴിഞ്ഞാൽ RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിങ്ങിൻ്റെയൊക്കെ ഔട്ട്കം ഒക്കെ വന്നതാണ് പ്രധാനമായിട്ടും ബാങ്കിങ് സെക്ടറുകളിൽ. ഒരു മീറ്റിംഗ് തുടങ്ങുന്നതിന് മുൻപ് നോക്കുകയാണെങ്കിൽ ബാങ്കിങ് സെക്ടർക്ക് ഒരു പോസിറ്റീവ് നിന്നതിന് ശേഷം RBI ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള കമൻട്രികൾ വന്നതോടുകൂടി മാർക്കറ്റിൽ വീണ്ടും ഒരു ബാങ്കിങ് സെക്ടറിലൊക്കെ ഒരു ഡിക്ലൈൻ്റെ മൂഡിലുമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. മിഡ് ക്യാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1% ഗെയിൻ റാലി കാണാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പിലും ഏകദേശം 0.4% മുകളിലുള്ളൊരു റാലിയും ഉണ്ടായിരുന്നു. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ആയിരുന്നു ഇന്ന് നിഫ്റ്റിയേക്കാളും നന്നായിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച റാലി ചെയ്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് വെള്ളിയാഴ്ച കാണാൻ സാധിക്കുന്നത് ഏകദേശം ഒരു ബിയറിഷ് ക്യാൻഡിൽ, ഒരു ഹാങ്ങിങ് മാൻ പോലെ, ഹാങ്ങിങ് മാൻ അല്ല എന്നാൽ അതേപോലത്തെ ഒരു ബിയറിഷ് ക്യാൻഡിൽ ഫോർമേഷനാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു മാർക്കറ്റിൽ ഒരു ചെറിയൊരു കറക്ഷൻ, ഒരു കറക്ഷനോ അല്ലെങ്കിൽ കൺസോളിഡേഷനോ ഒരു സാധ്യതകളാണ് നിഫ്റ്റിയിൽ നമുക്ക് കാണാനുള്ളത്. ഇപ്പോൾ നമ്മൾ വീക്ക്ലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പക്ഷേ ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു സിഗ്നലാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ ഒരു ഓവറോൾ ട്രെൻഡ് നമ്മൾക്കിപ്പോഴും പോസിറ്റീവായിട്ട് തന്നെയാണ് തുടരുന്നത്. എന്നിരുന്നാലും ഒരു സ്മോൾ ടേമിൽ ഉള്ള ചെറിയൊരു ഈ ഒരു റാലിക്ക് ഇടയിലുള്ളൊരു കറക്ഷനായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാൻ ഈ ഒരു സമയത്ത് സാധിക്കത്തുള്ളൂ. കഴിഞ്ഞ 3 ആഴ്ചകളിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ബുള്ളിഷ് സിഗ്നൽസ് ആണ് പ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് പോസിറ്റീവായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ഒരു ആശ്വാസകരമായിട്ട് തന്നെ ഈ ഒരു സമയത്ത് കൺസിഡർ ചെയ്യാം. ഇനി അതേപോലെ തന്നെ വെള്ളിയാഴ്ചത്തെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ RBI ഗവർണറിൻ്റെ അപ്ഡേറ്റുകളായിരുന്നു മാർക്കറ്റിൽ ഒരു ഇമ്പാക്റ്റുകൾ കൊടുത്തതായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പണിംഗ് ഒക്കെ നല്ലൊരു റെക്കോർഡ് ഹൈയിലായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ആയത്. എന്നിരുന്നാലും RBI ഗവർണറിൻ്റെ അപ്ഡേറ്റുകൾ വന്നതിൽ നമുക്ക് ഇൻഫ്ലേഷനെ സംബന്ധിച്ചിടത്തോളം വാർത്തകൾ, ഇൻഫ്ലേഷൻ നല്ല രീതിയിലാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 5.1% ഫിനാൻഷ്യൽ ഇയർ 2021 പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഇൻഫ്ലേഷൻ. അപ്പോൾ ആ ഒരു വറികളൊക്കെയാണ് മാർക്കറ്റിൽ ഒരു ഇമ്പാക്റ്റുകൾ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്തും കൊറോണയുടെ സെക്കൻഡ് വേവുകൾ വന്നതുകൊണ്ട് അതിലും അവരൊരു പ്രൊജക്ഷനിൽ ഒരു കറക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. 10.5% ഇതിനു മുമ്പ് എക്കണോമിക് ഗ്രോത്ത് ഈ വർഷത്തെ പ്രൊഡിക്റ്റ് ചെയ്തതെങ്കിൽ അത് 9.5% കുറച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇനി മുമ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കൊറോണയെ സംബന്ധിച്ചിടത്തോളം വാർത്തകളാണെങ്കിൽ അതിൽ ആ കർവൊക്കെ നല്ല രീതിയിൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി കേസസൊക്കെ 2 months ലോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കൊറോണയുടെ വാക്സിനേഷനുള്ള വാർത്തകളും അതിൻ്റെ ഡ്രൈവുകളൊക്കെ ആയിരിക്കും ഇനി അങ്ങോട്ടേക്ക് മാർക്കറ്റിനെ മൂവ് ചെയ്യാനായിട്ടുണ്ടാവുക. അതുപോലെ തന്നെ റിസൾട്ടുകൾ ഇപ്പോൾ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആഴ്ചകളിൽ നിന്ന് നമുക്ക് കുറേ കമ്പനികളുടെ റിസൾട്ടുകൾ വരുന്നു. അതും മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യാനുള്ളൊരു ഫാക്ടറായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത അല്ലെങ്കിൽ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ വിക്സ്, അതായത് നമ്മുടെ ഒരു ഫിയർ ഇൻഡെക്സ് എന്ന് പറയുന്ന ഇന്ത്യ വിക്സ് നോക്കിക്കഴിഞ്ഞാൽ അതിപ്പോൾ 15.9 എന്ന് പറഞ്ഞൊരു റേഷ്യോയിലാണ് നിലനിൽക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 24-25 അങ്ങനത്തെ ഒരു വലിയ വാല്യൂവിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വലിയ വാല്യൂവിലേക്ക് പോകുന്നതിനർത്ഥം മാർക്കറ്റിൽ വോളറ്റിലിറ്റി കൂടുന്നു, അതുപോലെ തന്നെ ആൾക്കാർക്ക് ഫിയർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അധികമായിട്ട് വരുന്നു എന്നുള്ളൊരു കാര്യമായിരുന്നു കൺസിഡർ ചെയ്യാനുള്ളത്. പക്ഷേ ഇപ്പോൾ അത് 15 എന്നുള്ള പറഞ്ഞൊരു വാല്യൂവിൽ നിലനിൽക്കുന്നത് കൊണ്ട് മാർക്കറ്റ് വീണ്ടും സ്റ്റേബിൾ ആവുന്നു അല്ലെങ്കിൽ വോളറ്റിലിറ്റി കുറയുന്നു എന്നുള്ളൊരു കാര്യം കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമുക്ക് നിഫ്റ്റിയിൽ ഒരു ദിവസം തന്നെ ഏകദേശം 200-300 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു നേട്ടം അല്ലെങ്കിൽ ലോസൊക്കെ കണ്ട സമയത്ത് ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ആ രീതിയിലുള്ള ഒരു വോളറ്റിലിറ്റി നമുക്കിനി മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ സാധിക്കത്തില്ല എന്നും ഈ ഒരു ഇൻഡെക്സ് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു മാർക്കറ്റിലേക്ക് സമീപിക്കുമ്പോഴൊക്കെ ഈ ഒരു ഫാക്ടറും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. കാരണം നമുക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ നമുക്ക് നിഫ്റ്റിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ അനുഭവപ്പെട്ട വോളറ്റിലിറ്റി നമുക്ക് വരും ദിവസങ്ങളിൽ ഉണ്ടാവത്തില്ല എന്നുള്ളൊരു ഫാക്ടർ നിങ്ങൾ കൺസിഡർ ചെയ്യണം. കാരണം വോളറ്റിലിറ്റി ഇൻഡെക്സ് ഇത്രയും കുറഞ്ഞതുകൊണ്ട്. ഇനി അതുപോലെ നമ്മൾ ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് ഏകദേശം 357 പോയിൻറ്റ്സിൻ്റെ ഒരു കറക്ഷനായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചകളിൽ ഉണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചാർട്ട് മുഴുവനായിട്ടും ഒരു സൈഡ് വേയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കൺസോളിഡേഷൻ്റെ ഒരു സാധ്യതകളാണ് ബാങ്ക് നിഫ്റ്റി പ്രെഡിക്റ്റ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ഒരു 4-5 ദിവസത്തെ ഒരു
ചാർട്ട് നോക്കുകയാണെങ്കിൽ മൊത്തം ഒരു സൈഡ് വേയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കൺസോളിഡേഷൻ ഒരു റേഞ്ചിനുള്ളിലൊരു കൺസോളിഡേഷൻ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ തുടരുന്നുണ്ട്. അപ്പോൾ 35,000 താഴേക്ക് പോയി കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു കറക്ഷനുള്ളൊരു സാധ്യതകളും അല്ലെങ്കിൽ വീണ്ടും ഒരു വീക്ക്നെസ്സിനുള്ളൊരു സാധ്യതകളും, അതല്ല ഒരു 35,780 35,800 മുകളിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്സൈഡിനുള്ളൊരു സാധ്യതകൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ബ്രേക്കൗട്ടുകൾക്കായിട്ട് തീർച്ചയായിട്ടും ബാങ്ക് നിഫ്റ്റി ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇനി അടുത്തിട്ട് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ US മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് എൻഡിങ് ആയിരുന്നു കഴിഞ്ഞ ദിവസം കാണാനുണ്ടായിരുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഒരു പോസിറ്റീവ് FTSEക്ക് ഒരു മാർജിനിലാണ് എൻ്റെ ആയിട്ടുള്ളത്, നല്ല ഒരു പോസിറ്റീവ് ബയസിൽ നിലനിൽക്കുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിൽ നോക്കിക്കഴിഞ്ഞാൽ SGX നിഫ്റ്റി 88 പോയിൻറ്റ്സ് അപ്പിൽ ആണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാ മാർക്കറ്റിലും ഒരു നെഗറ്റീവ് സൈഡാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ രൂപ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 73 രൂപയിലാണ് ഡോളറിന് അഗെയിൻസ്റ്റായിട്ട് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ 1499 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് വിത്ഡ്രോവലാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഇതുവരെയുള്ളൊരു മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ടീവായിട്ട് നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റുകളും SGX നിഫ്റ്റിയും അതുപോലെ തന്നെ യൂറോപ്യൻ US മാർക്കറ്റുകളൊക്കെ സപ്പോർട്ടീവായിട്ടാണ് ഈ ഒരു സമയത്ത് കാണാനുള്ളത്. എന്നിരുന്നാലും തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റി ട്രാക്ക് ചെയ്യുക. അതിനെ ബേസ് ചെയ്തുള്ളൊരു ഓപ്പണിംഗ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റുകളിൽ പ്രതീക്ഷിക്കാം. ഇനി അടുത്തൊരു സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കൗട്ട് റീജിയൻ്റെ അടുത്ത് വന്ന സ്റ്റോക്കുകൾ ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റ് അതുപോലെ തന്നെ ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ്, ഈ രണ്ട് സ്റ്റോക്കുകളും ബ്രേക്കൗട്ട് റീജിയൻ്റെ അടുത്താണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് സ്റ്റോക്കുകളും വരും ദിവസങ്ങളിൽ ഒന്ന് ട്രാക്ക് ചെയ്യുക. നമുക്ക് ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു എൻട്രികൾ നമുക്ക് ഈ ഒരു രണ്ട് സ്റ്റോക്കുകളും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഗുജറാത്ത് ഗ്യാസും IOC ഈ ഒരു രണ്ട് സ്റ്റോക്കുകളിലൊക്കെ നല്ലൊരു ബുള്ളിഷ് ട്രെൻഡ് തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്റ്റോക്കുകളും തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്യുക. ഭാരത് ഫോർജ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും നല്ലൊരു ബുള്ളിഷ് മൂവുകൾ ഈ ഒരു സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഹോൾഡിങ്ങിലാണെങ്കിൽ തുടരുക. നമുക്ക് വോൾട്ടൈൽ ഇപ്പം ഈ ഒരു RS ഇൻഡിക്കേറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഓവർബോട്ട് റീജിയനിലൊക്കെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തൊരു കറക്ഷനിൽ എൻട്രികൾ എടുക്കുന്നതായിരിക്കും ഇനി സേഫായിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും നിങ്ങൾ ഹോൾഡിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് തുടരാവുന്നതാണ്. അതുപോലെ തന്നെ ഗ്രാസിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും നല്ലൊരു ബുള്ളിഷ് ബ്രേക്കൗട്ടുകൾ വന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഒരു ബുള്ളിഷ് റിവേഴ്സൽ മാത്രമല്ല ഒരു ബുള്ളിഷ് ബ്രേക്കൗട്ടുകളും ഗ്രാസിം ഇൻഡസ്ട്രീസിൽ കണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇന്നത്തെ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ഏകദേശം 1508 മുകളിലൊക്കെ 1509 മുകളിലേക്ക് ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ ഗ്രാസിമിൽ നമുക്ക് അടുത്തൊരു പോസിബിലിറ്റികളൊരു സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അടുത്തായിട്ട് ടാറ്റ കെമിക്കൽസിൻ്റെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു ബ്രേക്കൗട്ടുകൾ, ബുള്ളിഷ് ബ്രേക്കൗട്ടുകൾ മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളിലൊരു സൈഡ് വേ റാലിക്ക് ശേഷം ഒരു ബ്രേക്കൗട്ടുകൾ വന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ നമുക്ക് ഒന്ന് ട്രാക്ക് ചെയ്യാവുന്നതെന്ന് തോന്നുന്നു. വരും ദിവസങ്ങൾ തീർച്ചയായിട്ടും നമുക്കൊരു 750-751 മുകളിലേക്ക് ഒരു ഓപ്പണിംഗ് വരികയാണെങ്കിൽ ടാറ്റ കെമിക്കൽസും നമുക്ക് ഒരു പോസിബിലിറ്റി തരാനായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ടാറ്റ കെമിക്കൽസിൻ്റെ ചാർട്ടും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക് വീണ്ടും ഒരു ബുള്ളിഷ് റിവേഴ്സൽ പോലെ കാണുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളിലെ ഒരു സൈഡ് വേ റാലിക്കൊക്കെ ശേഷം ഒരു ബുള്ളിഷ് ബ്രേക്കൗട്ടിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നമുക്കൊരു 337 അതിനൊക്കെ മുകളിൽ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സിനെ നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് ട്രാക്ക് ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ അദാനി എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾ ഒന്ന് നിങ്ങളുടെ ഒരു ട്രാക്കിങ്ങിൽ വെക്കുന്നത് നല്ലതായിരിക്കും. നല്ലൊരു ബുള്ളിഷ് റാലികൾ ഈ ഒരു സ്റ്റോക്കിൽ കണ്ടുവരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വരും ദിവസങ്ങളിലും ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്യുക. ഓവർബോട്ട് റീജിയനിലാണ് എന്നുള്ളൊരു ഫാക്ടർ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകളൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അനാലിസിസിനായിട്ട് വിട്ടു തരുന്നു. ഇനി അതുപോലെ തന്നെ നാളത്തേക്കുള്ള ശ്രദ്ധിക്കേണ്ട കുറച്ച് വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ മാരുതി സുസുക്കി അവരുടെ മെയ് മന്തിലെ പ്രൊഡക്ഷൻ ഡാറ്റ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 40,924 യൂണിറ്റ്സിൻ്റെ പ്രൊഡക്ഷനാണ് മെയ് മന്തിൽ നടന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഈ ഒരു മെയ്യിൽ അവർക്ക് ഏകദേശം 3,714 യൂണിറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും കഴിഞ്ഞ വർഷത്തെ ഡാറ്റ നമുക്ക് അത്ര ഒരു കമ്പാരിസനായിട്ട് എടുക്കാൻ സാധിക്കത്തില്ല. കാരണം കഴിഞ്ഞ വർഷം നമുക്ക് ഒരു ഫുൾ ലോക്ക്ഡൗൺ എന്നുള്ളൊരു ഫാക്ടർ നമുക്ക് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇനി അതുപോലെ ഫോഴ്സ് മോട്ടോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഡൊമസ്റ്റിക് സെയിൽസ് നോക്കുമ്പോൾ 1306 യൂണിറ്റ്സിൻ്റെ സെയിൽസ് നടന്നതായിട്ട് കാണിക്കുന്നു. അതുപോലെ തന്നെ 154 യൂണിറ്റ്സിൻ്റെ എക്സ്പോർട്ടും നടന്നതായിട്ട് മെയ് മന്തിൽ അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തായിട്ട് Q4 റിസൾട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വാബാഗിൻ്റെ Q4ലേക്ക് വരുമ്പോൾ 46 കോടിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർക്ക് മാർച്ച് ക്വാർട്ടറിൽ 30 കോടിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിരുന്നു നിലനിന്നത്. അതുപോലെ തന്നെ വരുമാനം നോക്കിക്കഴിഞ്ഞാൽ അവിടെയും വർധനമുണ്ട്. 999 കോടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർക്ക് 785 കോടിയായിരുന്നു നിലനിന്നത്. ഇൻഡിഗോയിൻ്റെ Q4ലേക്ക് വരുമ്പോൾ അവർക്ക് നെറ്റ് ലോസിൽ വീണ്ടും ഒരു വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 1147 കോടിയായിട്ട് നെറ്റ് ലോസ് ഉയർന്നിരിക്കുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് ക്വാർട്ടറിൽ അത് 871 കോടിയായിരുന്നു.
റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 25% ഒരു ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. 6223 കോടി വരുമാനമായിട്ട് കാണിച്ചിരിക്കുന്നു. ഇനി അടുത്തായിട്ട് ശ്യാം മെറ്റാലിക്സ് അവർ ഏകദേശം 1107 കോടിയുടെ IPO ആയിട്ട് ജൂൺ 14 മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നു എന്നൊരു ആർട്ടിക്കിൾ കണ്ടിട്ടുണ്ടായിരുന്നു. 14 മുതൽ 16 വരെ ആയിരിക്കും സബ്സ്ക്രിപ്ഷൻ വേണ്ടി വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാവുക. ഇവർ പ്രധാനമായിട്ടും ലാർജ് സ്റ്റീൽ പ്രൊഡക്റ്റ് അതുപോലെ തന്നെ ഫെറോ അലോയ്സിൻ്റെ ഒക്കെ ഒരു നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇവരുടെ ഒരു RHP ഫയലൊക്കെ സെബിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. തീർച്ചയായിട്ടും ആ ഒരു ഡാറ്റകളൊക്കെ ട്രാക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു IPO കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഈ ഒരു ആഴ്ച നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും റിസൾട്ടുകൾ വരുന്ന കമ്പനികളിലേക്ക് വരുമ്പോൾ ഗെയിൽ, സ്റ്റാർ സിമെൻറ്റ്സ്, സെയിൽ, NHPC, പെട്രോനെറ്റ്, LNG, ബാറ്റ, ഗായത്രി പ്രൊജക്ട്സ് ഇങ്ങനെയുള്ള കുറേ കമ്പനികളുടെ റിസൾട്ടുകൾ നമുക്ക് ഈ ആഴ്ച വരാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കുകൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇവരുടെ ഒരു ഡാറ്റകളും തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ ITC ലിമിറ്റഡിൻ്റെ ഡിവിഡൻഡ് നമുക്ക് ഈ ആഴ്ച വരാൻ പോകുന്നുണ്ട്. ഏകദേശം 5.75 രൂപ പെർ ഷെയറിലാണ് അവർ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല റാലീസ്, ഏഷ്യൻ പെയിൻറ്റ്സ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ബജാജ് കൺസ്യൂമർ കെയർ, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ഇവരൊക്കെ ഈ ഒരു ആഴ്ച ഇവരുടെ ഡിവിഡൻഡിൻ്റെ എക്സിക്യൂഷൻ ഡേറ്റ് ആണ്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ ഈ ഒരു ഡിവിഡൻഡും വാങ്ങുന്ന കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ന്യൂസുകളും സ്റ്റോക്കുകളും നിങ്ങളുടെ അനാലിസിസിനായിട്ട് മാത്രം ഉപയോഗിക്കുക. പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.